തട്ടം ധരിക്കാത്ത സ്ത്രീകൾക്ക് കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ സമസ്ത നേതാവ് ഉമർ ഫൈസിക്കെതിരായ കേസിൽ പ്രതിഷേധവുമായി സുന്നി മഹൽ ഫെഡറേഷൻ. മുഖ്യമന്ത്രിക്കും CPM-നും മുസ്ലിം വിശ്വാസികളോടുള്ള രഹസ്യമായ നീരസമാണ് കേസിലൂടെ പുറത്തുവന്നത്. ഉമർ ഫൈസിക്കെതിരായ കേസിൽ നിന്നും പിന്തിരിയണമെന്നും SMF ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം ചേരുകയാണ്. അസ്ലം, എന്താണ് SMF-ന്റെ പുതിയ നിലപാട്? സമസ്ത മുഷാവർ അംഗം ഉമർ ഫൈസി മുക്കത്തിനെതിരെ പോലീസ് കേസെടുത്ത സംഭവത്തിൽ വിവിധ സംഘടനകൾ സ്പേസും മറ്റുമൊക്കെ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇപ്പോൾ സുന്നി മഹൽ ഫെഡറേഷൻ, സമസ്തയ്ക്ക് കീഴിലെ മഹല്ലുകളുടെ ഏകോപന സമിതിയായ സുന്നി മഹൽ ഫെഡറേഷനാണ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു മതാധ്യാപനം, ഈ മത ചട്ടങ്ങൾ തട്ടം ധരിക്കുന്നത് സംബന്ധിച്ച വിവാദ കാലത്ത് മത അധ്യാപനങ്ങളെ കുറിച്ച് പറയുകയാണ് ഉമർ ഫൈസി ചെയ്യുന്നത്. ആ വിഷയത്തിൽ വളരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത നടപടി അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ നിന്ന് സർക്കാർ പിന്മാറണം. അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇത്തരമൊരു നടപടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അവരുടെ രഹസ്യമായ ഇസ്ലാം വിരോധമാണ്. ശരിക്കും ഇസ്ലാമിക വിശ്വാസങ്ങളുള്ള ഒരു രഹസ്യമായ വിരോധമാണ് ശരിക്കും ഇതിലൂടെ പ്രകടമായതെന്നുകൂടി പറയുന്നുണ്ട്. മാത്രമല്ല വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും ഈ നടപടി, അതിന് പിന്തിരിയണമെന്ന് കൂടി SMF ആവശ്യപ്പെടുന്നുണ്ട്. SMF-ന്റെ സംസ്ഥാന നേതാക്കളായ പ്രധാനപ്പെട്ട നേതാക്കളായ ഷാഫി ഹാജി, അതോടൊപ്പം തന്നെ അബ്ദുൽ സമദ് പൂക്കോട്ട് തുടങ്ങിയവരാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ഈ ഒരു നിലപാട് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഉമർ ഫൈസി മുക്കത്തിനെതിരായ കേസെടുത്ത നടപടിയിൽ സമസ്തയുടെ വിവിധ ഭാഗങ്ങൾ വലിയ അതൃപ്തി തുടരുന്നുണ്ട്. അതാണ് ഇപ്പോൾ SMF-ന്റെ പ്രസ്താവനയിൽ കൂടി പുറത്തു വന്നത്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പണം തട്ടിയ കേസിൽ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിച്ചു. പാലാഴി സ്വദേശിയിൽ നിന്നും തട്ടിയെടുത്ത 40,000 രൂപയാണ് തിരികെ ലഭിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സുഹൃത്തിന്റെ വീഡിയോ ദൃശ്യം വ്യാജമായി നിർമ്മിച്ചായിരുന്നു പണം തട്ടിയത്. വിവരങ്ങൾ നൽകിയത് സലാം മുഹമ്മദ്. സലാം, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? അജി, കോഴിക്കോട് പാലായി സ്വദേശി PS രാധാകൃഷ്ണനിൽ നിന്നാണ് 40,000 രൂപ തട്ടിയെടുത്തത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഇയാളുടെ സുഹൃത്തിന്റെ വ്യാജ വീഡിയോ ദൃശ്യം ഉണ്ടാക്കിയാണ് ഇയാളിൽ നിന്നും പണം തട്ടിയെടുത്തത്. 40,000 രൂപയാണ് തട്ടിയെടുത്തത്. തുടർന്ന് ഇയാൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിലാണ് പ്രതികൾ, 2 ഗുജറാത്ത് സ്വദേശികളും മറ്റു അന്യസംസ്ഥാന സ്വദേശികളായിട്ടുള്ള മറ്റു 2 പേരും ചേർന്നാണ് ഈ കൃത്യം നടത്തിയതെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിരുന്നു. ഇതിനടിസ്ഥാനത്തിൽ പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ഈ രീതിയിലുള്ള നിരവധി ആളുകളിൽ നിന്നും ഇങ്ങനെ പണം തട്ടിയെടുക്കുന്നു, അല്ലെങ്കിൽ ഈ രീതിയിലൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇയാളുടെ ഈ നഷ്ടപ്പെട്ട രാധാകൃഷ്ണന്റെ പണം ഇപ്പോൾ തിരികെ ലഭിച്ചിരിക്കുന്നത്. കോടതി നേരത്തെ തന്നെ ഇയാൾക്ക് പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതി വിധിയിലും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് പ്രതികളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും പിന്നീടാണ് ഈ മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രേഡിംഗ് സംബന്ധമായ അല്ലെങ്കിൽ ട്രേഡിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇയാളിൽ നിന്നും തട്ടിയെടുത്ത് ഇങ്ങനെ നിരവധി പേരിൽ നിന്നും തട്ടിയെടുത്ത പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് പ്രതികൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ അക്കൗണ്ടിൽ നിന്നാണ് പണം തിരിച്ച് ഇതുപോലെ തട്ടിപ്പിനിരയായവരുടെ അക്കൗണ്ടിലേക്ക് തിരികെ പണം നിക്ഷേപിക്കണമെന്ന കോടതി ഉത്തരവുണ്ടായിരുന്നത്. ഇതിനടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പണം ലഭിച്ചത്. ഇന്നലെ വൈകിട്ടോടെയാണ് ഇയാളുടെ അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ഈ തട്ടിപ്പിനിരയായ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പണം ലഭിച്ചതായിട്ടുള്ള മെസ്സേജ് വന്നത്. ഏതായാലും പോലീസ് ഇത്തരം ക്രൈം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സൈബർ തട്ടിപ്പുകൾ വ്യാപകമായി നടക്കുന്നത് സംബന്ധിച്ച് തന്നെ പോലീസ് വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ രീതിയിലുള്ള ഏതെങ്കിലും മെസ്സേജുകളോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോളുകളോ വരുന്നത് വലിയ ഒരു ഇത്തരത്തിൽ തട്ടിപ്പ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന ഒരു വിവരം കൂടിയാണ് പോലീസ് പങ്കുവെക്കുന്നത്. ഇത്തരത്തിൽ ഒരു ബോധവൽക്കരണം ആളുകൾക്കിടയിൽ ആവശ്യമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അറിയിക്കുന്നത്.